രാജ്യത്തെ തുറമുഖ അടിസ്ഥാന സൗകര്യ രംഗത്തെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. കൊളംബോയുടെ പ്രാമുഖ്യം കുറയും. ബംഗ്ലാദേശ് മുതൽ ആഫ്രിക്ക വരെയുള്ള വ്യാപാരപാതയിൽ വിഴിഞ്ഞത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതോടെയാണ് ഇത്. ബംഗ്ലാദേശിൽ നിന്ന് MSC കമ്പനി നടത്തുന്ന ചരക്കുനീക്കം കൂടുതലും വിഴിഞ്ഞം വഴിയാവും. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൽ ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL വാങ്ങുന്നത്. തുറമുഖത്തിന്റെ ശേഷി നിലവിലെ 16 ലക്ഷം 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റിൽ നിന്ന് 3.5 മടങ്ങ് വർദ്ധിച്ച 57 ലക്ഷം TUവിലെത്തും. AVPPLന്റെ മൊത്തം മൂല്യം 27,000 കോടി രൂപയെന്ന് കണക്കാക്കിയാണ് നിക്ഷേപം. നിയമാനുസൃത അനുമതികൾക്ക് വിധേയമാണ്. കൂടാതെ 21 ഷിപ്പ് ടു ഷിയർ ക്രെയിനുകൾ കൂടി സജ്ജമാകും. 45 യാർഡ് ക്രെയിനുകൾ കൂടി എത്തുന്നതോടെ 3,500 കോടിയുടെ വികസനമാണ് തുറമുഖം ലക്ഷ്യമിടുന്നത്. അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഓഹരി കൈമാറ്റത്തിൽ ഉടൻ സർക്കാർ അനുമതി തേടും. ഇന്നോ നാളെയോ അദാനി സർക്കാരിന് അപേക്ഷ നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൽ നിക്ഷേപിക്കും. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് MSCയുടെ ടെർമിനൽ ഭാഗമായി TIL വാങ്ങുന്നത്. പുതിയ പങ്കാളിത്തത്തിലൂടെ വിഴിഞ്ഞത്തെ ചരക്കു നീക്കത്തിൽ സ്ഥിരതയും വർധനയും ഉറപ്പാക്കുമെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് വ്യക്തമാക്കി. ഗുജറാത്തിലെ മുദ്ര, തമിഴ്നാട്ടിലെ എന്നൂർ എന്നിവയിലും ഇരു കമ്പനികൾക്കും നിക്ഷേപ സഹകരണമുണ്ട്. പ്രവർത്തനം ആരംഭിച്ച 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമായ വിഴിഞ്ഞത്തേക്കും MSCയുമായുള്ള പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് APSCZന്റെ ഡയറക്ടറും CEOയുമായ അശ്വനി ഗുപ്ത പറഞ്ഞു. രാജ്യത്തെ തുറമുഖ അടിസ്ഥാന സൗകര്യ രംഗത്തെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. 1970 ഇറ്റാലിയൻ വ്യവസായിയായ ഗിയാലുഗി അപ്പോന്റെ സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി സ്ഥാപിച്ചതാണ് MSC ഗ്രൂപ്പ്. 900-ലധികം കപ്പലുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് ഫ്ലീറ്റ് MSCക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഭാഗമായ TIL ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർമാരിലൊന്നാണ്. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളും വർഷം തോറും 70 ദശലക്ഷത്തിലധികം TU ചരക്കു നീക്ക ശേഷിയുമാണ് അവർക്കുള്ളത്. കഴിഞ്ഞയാഴ്ച വിഴിഞ്ഞം 1000ാമത്തെ കപ്പലിനെ സ്വാഗതവും ചെയ്തു. ഇതിനകം 70-ലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും 300 മീറ്ററിന് മുകളിലുള്ള 283 കപ്പലുകളും 16 മീറ്ററിന് മുകളിലുള്ള ഡ്രാഫ്റ്റ് ആവശ്യമായ 98 കപ്പലുകളും വിഴിഞ്ഞം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്ത്യയുടെ ആദ്യ സ്വാഭാവിക ആഴമുള്ള മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് എന്നതും വിഴിഞ്ഞത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. സ്വാഭാവിക ആഴമുള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ എത്ര വലിയ കപ്പലിനെയും വിഴിഞ്ഞം തുറമുഖത്തിൽ സ്വീകരിക്കാൻ കഴിയും. MSCയുടെ ഉപവിഭാഗമായ TIL ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഓപ്പറേറ്റർമാരിലൊന്നാണ്. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലേറെ കണ്ടെയ്നർ ടെർമിനലുകൾ TIL നിലവിൽ നിയന്ത്രിക്കുന്നുണ്ട്. പ്രതിവർഷം ശരാശരി 7 കോടി കണ്ടെയ്നറുകളാണ് TIL കൈകാര്യം ചെയ്യുന്നത്. പുതിയ സഹകരണത്തിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശ് ചരക്കുകളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാനും കിഴക്കൻ ആഫ്രിക്കൻ വ്യാപാരപാതകളിൽ സാന്നിധ്യം ശക്തമാക്കാനും റിലേ കാർഗോ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ കഴിയും. കേരളത്തിന്റെ നേട്ടങ്ങൾ കൂടി പറയാം. ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, കയറ്റുമതി, ഇറക്കുമതി മേഖലകളിൽ തൊഴിലവസരങ്ങൾ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വ്യവസായ ഇടനാഴികളും ലോജിസ്റ്റിക് ഹബ്ബുകളും, തുറമുഖ വികസനത്തിനും അനുബന്ധ അടിസ്ഥാന സൗകര്യത്തിനും അധിക മൂലധനം, രാജ്യാന്തര കപ്പൽ കമ്പനികളുടെ സേവനം വർദ്ധിക്കുന്നതോടെ സാമ്പത്തിക ഉണർവ് എന്നിവ ഉണ്ടാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണവും വികസനവും പ്രധാനമായും 4 ഘട്ടങ്ങളായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ അവശേഷിക്കുന്ന മറ്റ് 3 ഘട്ടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അദാനി ഗ്രൂപ്പും കേരള സർക്കാരും ഒപ്പുവെച്ച പുതുക്കിയ കരാർ പ്രകാരം 2045 പൂർത്തിയാക്കേണ്ടിയിരുന്ന മുഴുവൻ ഘട്ടങ്ങളും 17 വർഷം മുന്നേ, അതായത് 2028 ഡിസംബറോടെ പൂർണ്ണമായി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നു. വികസന ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 1ാം ഘട്ടം പൂർത്തിയാക്കി. 2024 ഡിസംബറിൽ തുറമുഖം ഔദ്യോഗികമായി വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 800 മീറ്റർ നീളമുള്ള ബർത്ത്, 2.9 കിലോമീറ്റർ പുലിമുട്ട് എന്നിവ ഇതിനകം യാഥാർത്ഥ്യമായി. ആദ്യ വർഷങ്ങളിൽ തന്നെ ഈ ഘട്ടം വൻ വിജയകരമായി മാറി. 2, 3, 4 ഘട്ടങ്ങൾ പുരോഗമിക്കുകയാണ്. ഭാവിയെ ലക്ഷ്യമിട്ട് ഈ ഘട്ടങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ് നടപ്പിലാക്കുന്നത്. ഏതാണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ഘട്ടങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. നിലവിലുള്ള 800 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ ബർത്ത് 2000 മീറ്ററായി വർദ്ധിപ്പിക്കും. ഇതോടെ ഒരേ സമയം 4 മുതൽ 5 വരെ കൂറ്റൻ മദർ
എയർഷിപ്പുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും. കടൽക്ഷോഭത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പുലിമുട്ടിന്റെ നീളം നിലവിലെ 2.9 കിലോമീറ്ററിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്ററായി ഉയർത്തും. 2028 വികസനം പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ ആകശേഷി പ്രതിവർഷം 50 ലക്ഷം മുതൽ 57 ലക്ഷം വരെ TEU ആയി ഉയരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി ഇത് മാറും. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഉൾപ്പെടെയുള്ള റെയിൽവേ യാർഡും നിർമ്മാണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.